ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ റൂമിൽ വന്നിട്ട് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി. ഇപ്പോൾ നേരം വിളിച്ചൊരു 5 മണിയായി. 5 മണിയായപ്പോഴത്തേക്കും നമ്മുടെ അടുത്ത ആൾ, അതായത് നമ്മുടെ സ്റ്റണ്ട് മാസ്റ്റർ സാജിർ എത്തിയിട്ടുണ്ട് കേട്ടോ. സാജിർ താഴെ എത്തിയിട്ടുണ്ട്. പുള്ളി വിളിച്ചിരുന്നു. പുള്ളി ഇന്നലെ രാത്രി കയറിയതാണ് ബസ്സിൽ. അപ്പോൾ പുള്ളി താഴെ എത്തിയിട്ടുണ്ട്. പുള്ളി ഇപ്പം കുറച്ച് നിമിഷങ്ങൾക്കകം ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്കിനി അധികം സമയമില്ല. ഇനിയിപ്പോൾ പുള്ളിക്കും റെസ്റ്റ് എടുക്കാനുള്ള ടൈമൊന്നുമില്ല. നമ്മൾക്കിനി പെട്ടെന്ന് കുറച്ച് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ലൊക്കേഷനിലോട്ട് പോകണം. ഓക്കെ, പുള്ളി വരട്ടെ. വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? ബാഗില്ലല്ലോ, വലിയ ബാഗ്. ചെറിയ ബാഗ്, ഒരു ദിവസമായിട്ട് ചെറിയ ബാഗ്. ഓക്കെ, എല്ലാ തവണയും വലിയ ബാഗോട്ട് വരുന്ന ആളാണ്. ഇന്നൊരു കുടുക്ക് ബാഗോട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസത്തെ പരിപാടി ഉള്ളതുകൊണ്ടാണ്. എന്താ ഉറങ്ങിയ? എനിക്ക് വലിയ ഉറക്കൊന്നും ബഹളം. കഥ ഡോറ് വന്നിട്ട് വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞ മനുഷ്യനാണ്. ഒന്ന് കവന്ന് കിടന്ന് ഉറങ്ങണ്. നമുക്ക് കോൾ ടൈം 8 മണിയാണെന്ന് അറിഞ്ഞപ്പോൾ പുള്ളി വന്ന ഉടനെ കട്ടിൽ കയറി കവന്ന് കിടന്ന് ഉറങ്ങണം കേട്ടോ. വന്ന് എന്തൊക്കെയാണ് ഗോൾസ്, ജിമ്മ്, ചാട്ടം, ഓട്ടം കിടക്കുന്നത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് കേട്ടാ. കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, സെറ്റ് ആവണം. ഇല്ല, ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, ലൊക്കേഷനിലോട്ട് പോകണം. ഇപ്പോൾ ടൈം വന്നിട്ട് 7 മണി കഴിഞ്ഞ് കേട്ടാ. 7:30 ആകുമ്പം വണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇനി എല്ലാം റെഡി ആയിട്ട് അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ നിമിഷങ്ങൾക്കകം താഴേക്ക് പോകുന്നതായിരിക്കും. വണ്ടി വരാറായി കേട്ടോ. കുറച്ച് ഫോട്ടോഷൂട്ടും കുറച്ച് പോസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ നിങ്ങൾ വീഡിയോയിൽ പകർത്തിയില്ല കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഓക്കെ, ചെറിയ വർക്കൗട്ട് ഉണ്ടായിരുന്നു, ചെറിയ രീതിക്ക് വർക്കൗട്ട് ഉണ്ടായിരുന്നു. കഴിഞ്ഞ് നേരെ താഴോട്ട് പോട്ടെ. ശരി എന്നാ. ഹെയർ ബാൻഡ് ഇതാരത്? ഗജൻ. ഓക്കേ, ഞാനെന്തിനാ ഇങ്ങനെ കറങ്ങിയത്? അതാണ് അതെ. സുഹൃത്തുക്കളെ, ലൊക്കേഷനിലേക്ക് പോവുകയാണ്. വൈറ്റിലയിലെ പാതയോരങ്ങളിലുണ്ട്. വൈറ്റില ബസ് സ്റ്റാൻഡ്.
ലൊക്കേഷനിൽ എത്തിയിട്ടില്ല. ലൊക്കേഷൻ വന്നിട്ട് നമുക്ക് വൈറ്റിലയാണ്. വൈറ്റില ബസ് സ്റ്റാൻഡിലാണ്. ഇത് മെട്രോ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഇരിക്കുവാണ് കേട്ടോ. ടൈമുണ്ട്, എല്ലാം സെറ്റാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ വൈറ്റില ബസ് സ്റ്റാൻഡിൻ്റെ അകത്താണ് കേട്ടോ ഷൂട്ട് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ മെട്രോയിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുന്ന പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇരിക്കുവാണ്. ഓക്കെ, ഹലോ ബൈ, ഹൗ ആർ യു? എങ്ങനെ പറയണേ? ലവ് യു ബേബി. ലവ് യു. പറഞ്ഞോ ലവ് യു സിറ്റി. ലവ് യു. ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞാട്ടോ. കഴിഞ്ഞിട്ടോ? അതെന്തായാലും ഇടും. ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് റൂമിലോട്ട് പോയിട്ട് ഇനി ട്രെയിൻ എപ്പോഴാണെന്ന് നോക്കണം. ഹലോ ഗേസ്, നിങ്ങൾ ഉറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു കേട്ടോ. ഷൂട്ട് കഴിഞ്ഞ് റൂമിലോട്ട് പോവുകയാണ്. എല്ലാം കഴിഞ്ഞു. വണ്ടി അപ്പുറത്ത് കിടപ്പുണ്ട്. ബസ്സുകൾ തുരുതുരാ പോകണ്ട കേട്ടോ. അവിടെ നിന്ന് ഇവിടെ നിന്നും എല്ലാം ബസ്സുകൾ. വൈറ്റില ബസ് സ്റ്റാൻഡാണ്. ഈ വണ്ടി വേഗം വരികയാണ് കേട്ടോ. വേഗിൽ വണ്ടി വേഗം വരികയാണ്. പോഹാം, പുറപ്പെടാം. 4006. ഇതാണ് നമ്മുടെ മയിൽ വാഹനം. വേണമെങ്കിൽ അരമണിക്കൂർ മുമ്പേ പുറപ്പെടാം. നേരെ റൂമിലോട്ട് പോവുക, ഒന്ന് ഫ്രഷ് ആവുക. 3:30 വേണാട് പിടിക്കാൻ നോക്കാം. 3:30 അത് ഇവിടെ എത്തപ്പോൾ ഞാൻ മറ്റേ തൃശ്ശൂർ കണക്കിനാണ് പറയുന്നത്. ഇവിടെ എത്തപ്പോൾ ഒരു 5 മണിയാവുമെന്ന് തോന്നുന്നു. അതിന് പോവാം. അതപ്പോൾ ഒരു 8-8:30 ആകുമ്പം വർക്കല എത്തും. 8:30 അത് കണക്കാക്കി ഇറങ്ങാമെന്നാണ് പ്ലാൻ. അപ്പോൾ അതിന് മുമ്പ് ഏതെങ്കിലും വണ്ടി നോക്കാം. ആൾ കുറവാണെന്നുണ്ടെങ്കിൽ കയറിപ്പോകും. അത് പിന്നെ കോട്ടയം വഴിയാണ് ആ വണ്ടി പോകുന്നത്. അതാണ് പിന്നെ ഒരു ചളപ്പ്. എനിക്ക് കോട്ടയം വഴി പോകാൻ ഭയങ്കര പാടാണ്. ദേഷ്യം വരും. പതുക്കെ കറങ്ങി ചുറ്റി. വൈറ്റില അണ്ടർപാസ്. തൊട്ടടുത്താണ് കേട്ടോ, കുറച്ച് ദൂരമേ ഉള്ളൂ. KSRTC സൗത്ത് വെസ്റ്റ്. ഞാൻ ഇന്നലെ നടന്നു പോയല്ലോ, രാത്രി മാപ്പ് നോക്കി നടന്നു പോയ ആ ഒരു വഴിയാണ്. ഞാൻ പറഞ്ഞല്ലോ മറ്റേ ബസ്സുകൾ വന്ന് നിർത്തിയിട്ടിരുന്നത് അത് ഇവിടെയായിരുന്നു. അപ്പോൾ നമ്മുടെ റൂമിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ ഇതോ അപ്പുറത്ത് പറഞ്ഞു ഇങ്ങോട്ട്. എല്ലാം എടുത്തു എന്നാണ് വിശ്വാസം. അന്ന് സംഭവം മുടിയഴിച്ചാൽ എന്താ അടയാത്തെ? ഹലോ, എന്താ അടയാത്തെ? റൂം പേ എൻ്റെ പൊന്നി, ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ്, കന്നഡ ഉണ്ടോ? പഞ്ചാബി, കന്നഡയാക്കാത്ത കന്നഡയും കൂടെ വേണമായിരുന്നു. ഓ അമ്മേ. അപ്പോൾ പോയിട്ട് വന്നിട്ട് റൂമിൽ വന്നിട്ടൊരു 10 മിനിറ്റ് ചെറുതായിട്ടൊന്ന് മയങ്ങിയിട്ടാ, കുറച്ച് ഒന്ന് മയങ്ങിയതേ ഉള്ളൂ. അപ്പോൾ 3:30 മണിയായി. 4:30 എറണാകുളത്തുനിന്ന് ട്രെയിനുണ്ട്. ഇനി ഇവിടെ നിന്ന് ഞാൻ നേരെ വൈറ്റില മെട്രോ സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് നേരെ
എറണാകുളം സൗത്തിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ട്രെയിനിൽ പോകാനാണ് പ്ലാൻ. അതൊരു 8 മണിയൊക്കെ ആകുമ്പോൾ വർക്കലയെത്തും. ഏറനാടാണ് കേട്ടോ, ഏറനാടിനാണ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരാൾ നല്ല ഉറക്കമാണ്, പുള്ളി രാത്രിയാണ് പുള്ളിക്ക് ബസ്, പുള്ളി രാത്രി പോകും. ഓക്കെ സാജിറ ഞാൻ പോണേന്ന്. അപ്പം അടുത്തേക്ക് കാണാം. ശരി എന്നാ, ബൈ. കാണാം. ശരി എന്നാ, ബൈ. ഓക്കെ 202. ഓക്കെ ബൈ. എല്ലാം എടുത്തു എന്നാണ് വിശ്വാസം, എടുത്തെന്നാണ് തോന്നുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളി എടുത്ത് വെച്ചേക്കും, പുള്ളി ഇരുന്ന് കഴിക്കാം. ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങി കേട്ടോ. ഇനി അപ്പുറത്തെ സൈഡ് ഇറങ്ങിയിട്ട് നടക്കണം. അതാണ് ഞാനേ വൈറ്റില മെട്രോ സ്റ്റേഷൻ എത്താറായപ്പോൾ മാരക മഴ. അയ്യോ, ജസ്റ്റ് കുറച്ച് ദൂരം കൂടെ ഉള്ളു. അയ്യോ, കുറച്ചുകൂടെ എത്തി. തിന്നല്. ഓ തിന്നു. പിന്നെ വേണ്ട കറക്റ്റ് സ്റ്റേഷൻ എത്താറായപ്പോൾ മഴ പെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു. പുറത്ത് മഴ ഞെരിക്കുന്നുണ്ട്, ഓടിഞ്ഞ് കയറി അത്യാവശ്യം നനഞ്ഞു കേട്ടോ. തോർത്തുള്ളതുകൊണ്ട് തലവർത്തി. അയ്യോ അമ്മേ. മഴ ഇപ്പോഴും ചാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സംഭവം നനഞ്ഞൂറ്റും. ഞാനിപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനായി. മൊത്തം വെള്ളം തുളിയായിട്ട് കിടക്കേട്. 4:30 ആവാറായി, കുറച്ച് ടൈമുണ്ട്. ഓ മഴ നനഞ്ഞൂറ്റും, എൻ്റെ കാലും വയ്യ. അപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. വലുതായിട്ട് മഴ നനഞ്ഞില്ല. 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത്. അങ്ങോട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. ഭാഗ്യത്തിന് സ്ഥലം ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു, ആൾ കുറവായിരുന്നു. ഞാൻ വിചാരിച്ച ആളായിരിക്കും കേട്ടോ. പിന്നെ ട്രെയിനിൽ ഇരുന്ന് ബാക്കിയുള്ള വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് അതൊക്കെ ആയിരുന്നു പരിപാടി. സമയം 6:30 മണിയായി. 8 മണിയാവും എന്തായാലും. ഇപ്പം അമ്പലപ്പുഴ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ദൂരം കൂടെ ഉള്ളു കേട്ടോ വർക്കലയായി. സംഭവം 8 മണിയായതേ ഉള്ളൂ. 8 മണിക്ക് എത്താൻ പറ്റി. ഇവിടെ മഴ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. സംഭവം വരുന്ന വഴിക്കൊക്കെ നല്ല മഴയായിരുന്നു, അവിടെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ മഴ കുറഞ്ഞു. മഴ പെയ്തില്ലേന്നൊന്നും അറിയാൻ വയ്യ. മഴയില്ല, ചാറ്റലിൻ്റെ ഒന്നും കാണുന്നില്ല. നനയാതെ വീട്ടിൽ പോവാം.
ബൈക്ക് എടുക്കാൻ പോകണം. ഇവിടെ കുറുക്കിന് വേറൊരു ട്രെയിൻ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നേരെ അങ്ങോട്ട് ഇറങ്ങാൻ ഒക്കില്ല, കറങ്ങി വേണം നടക്കാൻ, കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ബൈക്ക് എടുത്തിട്ട് പോവാം. അങ്ങനെ ഞാൻ വീടെത്തി സുഹൃത്തുക്കളെ. ഇതാ അതെന്തൊരു ചിരി, അതെന്തൊരു ചിരി. കർഷേ അണ്ണം വന്നു, അണ്ണം വന്നേ, അണ്ണം വന്നേ. അണ്ണ വന്നു, അണ്ണ വന്നു. ഉറങ്ങാതിരിക്കണ പെണ്ണ്. നല്ല ഉറക്കം ഉറങ്ങി. 6 മണി കഴിഞ്ഞ് എണീറ്റ് പോ. ശരി. ഹലോ പറയണവേ. എടാ ഈ വരുന്ന ഞായറാഴ്ച ഞാൻ കാണൂലടാ. എന്തിനാണ് ഉറങ്ങാതെ ഇരിക്കുന്നത്? നാണം വരുന്ന എന്റെ പാരസിന് ഞാണം വരുന്ന. ഉറങ്ങാതെ ഇരിക്കുകയായിരുന്നു അവള്. എണ്ണം വന്നേ. ഓ പെരുപ്പിച്ചു വെച്ചേക്കണ്. കുത്തി പൊട്ടിക്കും. മോന്ത പെരുപ്പിച്ചു വെച്ചേക്കുന്നു. പറയേ ഇങ്ങനെ ആയാ ഒക്കൂല കേട്ടാ. ചെന്നി ഇതേ കണക്കൊക്കെ പോയി എത്ര ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്. ഒരു ലോഡുണ്ടല്ലോ. അപ്പോൾ ഇവിടെ മല നോക്കണേ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ എൻഡ് ചെയ്യണം കേട്ടാ. ഇനിയിപ്പോൾ കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങണം. നല്ല ക്ഷീണമുണ്ട്, ട്രെയിനിൽ വന്നതിൻ്റെ ക്ഷീണമുണ്ട്. ഫുഡ് കഴിക്കണം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ ഹൈപ്പ് കൂടി ചെയ്താൽ അത്രയും സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നാളത്തെ വിശേഷങ്ങൾ നാളെ വരാം. അപ്പോൾ ശരി, എന്നാൽ അടിച്ചോ.